എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? രാജു അബ്രഹാം, റെയ്ഡ് ആരുടെ വട്ടാണെന്ന് ബോധ്യപ്പെടും എന്നാണ് ധനമന്ത്രി പറഞ്ഞത്. അത് ആവർത്തിച്ച ചോദ്യം ഉന്നയിക്കുന്നത് അദ്ദേഹത്തോട് ചോദിച്ചിട്ട് കാര്യമില്ല. പക്ഷെ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ടാകുമോ? ഇല്ലെങ്കിൽ ആർക്കാണെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്താനാകുമോ? നമുക്കൊരു സംവാദത്തിൽ ഏർപ്പെടാം. അതിനെന്താ? KSFE എന്ന ഒരു പ്രമുഖ സ്ഥാപനം കേരളത്തിലെ ജനങ്ങൾ ഏറെ പ്രതീക്ഷയോടെ വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന ഒരു സ്ഥാപനമാണ്. ഓഹോ, കളി പഠിച്ചിട്ട് വന്നിരിക്കുകയാണല്ലേ. പ്രത്യേകിച്ചും പല ധനകാര്യ സ്ഥാപനങ്ങളും പൊളിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ജനങ്ങൾക്ക് വിശ്വാസത്തോടെ സമീപിക്കാൻ കഴിയുന്ന ഒരു സ്ഥാപനം എന്ന നിലയിൽ KSFEയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ തോമസ് ഐസക് എന്ന ധനകാര്യമന്ത്രി ഉജ്ജ്വലമായ നേതൃത്വമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരം ഒരു സ്ഥാപനത്തിൽ പരിശോധന വിജിലൻസ് നടത്തുന്നത് സ്വാഭാവികമാണ്. അങ്ങനെ സ്വാഭാവികമായി പരിശോധന നടത്തുമ്പോൾ അതിൻ്റെ വാർത്തകൾ പുറത്തേക്ക് ചോരുന്നു, നിക്ഷിപ്ത താല്പര്യം. അപ്പോൾ സ്വാഭാവികമായി പെട്ടെന്നുണ്ടായ ഒരു പ്രതികരണം ധനകാര്യമന്ത്രി എന്ന നിലയിൽ നടത്തിയതല്ലാതെ അതിനപ്പുറത്തേക്കുള്ള വലിയൊരു വിലയിരുത്തലോ അറിയാത്ത പിള്ളക്ക് ചൊറിയുമ്പോഴേ അറിയൂ, അല്ലെങ്കിൽ അതിന് അപ്പുറത്തേക്കുള്ള വലിയൊരു പ്രാധാന്യമോ അത്തരം ഒരു പ്രതികരണത്തിന് കൊടുക്കേണ്ടതില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. രാജു അബ്രഹാം താങ്കൾ പറഞ്ഞു KSFEക്ക് ഒരു ഉജ്ജ്വലമായ നേതൃത്വം ധനമന്ത്രി എന്നുള്ള നിലയ്ക്ക് ഡോക്ടർ തോമസ് ഐസക് നൽകുന്നു. ആ KSFEയിൽ ഒരു പരിശോധന നടന്നത് സ്വാഭാവികമാണ് എന്ന്. രണ്ടാമത്തെ കാര്യത്തിലാണല്ലോ തർക്കം. ആ പരിശോധന സ്വാഭാവികമല്ല എന്നും അത് നിർദ്ദേശിച്ചത് ആർക്കായാലും ആ പരിശോധനയ്ക്ക് തീരുമാനിച്ചവർക്ക് വട്ടാണെന്നും ആ പരിശോധന കേന്ദ്ര ഏജൻസികൾക്ക് വടി കൊടുക്കുന്നതിന് തുല്യമാണെന്നും സംസ്ഥാനത്തെ ധനമന്ത്രി പറഞ്ഞതാണല്ലോ ഈ വിവാദത്തിന് അടിസ്ഥാനം. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എനിക്കത് ഓർമ്മയില്ല. ഈ സമയം അത്രയും ആ പരിശോധന സ്വാഭാവികമാണെന്നോ പരിശോധനയിൽ തെറ്റില്ലെന്നോ ധനമന്ത്രി പറയാത്തത് കൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഈ പരിശോധനയ്ക്ക് നിർദ്ദേശം നൽകിയവർക്കാണോ സ്വാഭാവികമായ പരിശോധനയോട് ഈ രീതിയിൽ അസാധാരണമായി പ്രതികരിച്ച ധനമന്ത്രിക്കാണോ അദ്ദേഹം പറഞ്ഞ വാചകം യോജിക്കുക? ഞാൻ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ഊന്നി പറയുകയാണ്, നമ്മൾ ഏത് കാര്യങ്ങൾ സംഭവിച്ചാലും നമ്മൾ പെട്ടെന്നൊരു പ്രതികരണം എല്ലാവരുടെയും മനസ്സിൽ സ്വാഭാവികമായി ഉണ്ടാകുന്നതാണ്. അതൊരു അസ്വാഭാവികത ഇല്ല. നമ്മളിപ്പോൾ ദേഷ്യം വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ പെട്ടെന്ന് പ്രതികരിക്കും, ബ്ലഡി ഫൂൾ. അപ്പൊ അതിനപ്പുറത്തേക്ക് ഒരു സംഭവം ഇല്ല. മനോഹര, നിന്നെ ഞാൻ കൊല്ലം കുറേ കാണാൻ തുടങ്ങിയിട്ട്. അപ്പൊ അങ്ങനെ അത്തരം ഒരു സ്ഥാപനത്തിലെ കാര്യങ്ങൾ പുറത്തുപോയി പരിശോധന നടത്തിയതിൽ തെറ്റില്ല എന്ന് മുഖ്യമന്ത്രിയും പാർട്ടിയും അസന്നിഗ്ധമായിട്ട് തന്നെ ഇക്കാര്യത്തിൽ പറഞ്ഞു. ഈ പാടിന്റെ പുറകിൽ ഒരുപാട് കഥകളുണ്ടല്ലേ ഈശോ മറിയ ഔസേപ്പേട്ട. ഇതിന് അന്തിമമായി വർത്താനം പറയേണ്ട ആള് കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെയാണ്. അദ്ദേഹം അതിനെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുകയുണ്ടായി. പെട്ടെന്നുള്ളൊരു പ്രതികരണം എന്ന നിലയിൽ മാത്രം നമുക്ക് ധനകാര്യമന്ത്രിയുടെ വർത്തമാനത്തെ കണ്ടാൽ മതി. ശ്രീ രാജു അബ്രഹാം, അങ്ങനെ പെട്ടെന്ന് പ്രതികരിക്കുമ്പോൾ ബ്ലഡി ഫൂൾ എന്നൊക്കെ നമ്മൾ സാധാരണ പറയുന്നത് പോലെ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വന്നൊരു വാക്കായി അതിനെ ലഘൂകരിച്ച് കാണണം എന്നുള്ള താങ്കളുടെ വാദത്തോടെ ഒരർത്ഥത്തിലും യോജിക്കാൻ കഴിയില്ല. കാരണം ആവർത്തിച്ച് ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് ഈ പരിശോധനയെക്കുറിച്ച് പറഞ്ഞ വാചകങ്ങളെല്ലാം ഇന്ന് പബ്ലിക് ഡൊമൈനിലുണ്ട്, ജനങ്ങളുടെ സമക്ഷമുണ്ട്. അതുകൊണ്ട് നിലപാട് അന്തിമമാണ് മുഖ്യമന്ത്രിയും പാർട്ടിയും പറഞ്ഞത്, അതിനകത്ത് തർക്കമില്ല. എൻ്റെ ചോദ്യം, ഈ പരിശോധന ഒരു സ്വാഭാവിക പരിശോധന മാത്രമാണ്, അതിൽ തെറ്റില്ല എന്ന് സംസ്ഥാന ധനമന്ത്രിക്ക് അസാധാരണമായ രീതിയിൽ വിരളി വിളിച്ച് പ്രതികരിച്ച അദ്ദേഹത്തിന് ഇപ്പോഴെങ്കിലും ബോധ്യപ്പെട്ടിട്ടുണ്ടോ? ഞാൻ ഒരുപാട് തവണ തന്നോട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഇങ്ങനെയുള്ള ചുറ്റിക്കളിയൊന്നും ഉണ്ടാക്കരുതെന്ന്. ഇപ്പൊ എന്തായി? ഞാനും ആപ്പിലായി. അദ്ദേഹം തന്നെ വളരെ ക്ലിയർ ആയിട്ട് തന്നെ പറഞ്ഞല്ലോ, മുഖ്യമന്ത്രി പറഞ്ഞതാണ് അന്തിമമായ കാര്യം. കാരണം ഏത് ഒരു ഗവൺമെന്റ് ആവുമ്പോൾ സ്വാഭാവികമായി മന്ത്രിസഭയാവുമ്പോൾ മുഖ്യമന്ത്രിയാണ് അന്തിമ വാക്ക്. ഈ മനുഷ്യനോട് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ. KSFE തകർക്കാൻ ശ്രമിക്കുന്നത് പ്രതിപക്ഷമാണ് എന്നുള്ള ആരോപണം അതിനെന്ത് പ്രസക്തിയാണുള്ളത്? കാരണം ഞങ്ങൾ ആരെങ്കിലും ആണോ വിജിലൻസ് കൈകാര്യം ചെയ്യുന്നത്? കേരളത്തിലെ പ്രതിപക്ഷ നേതാവാണ്. കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ കയ്യിലിരിക്കുന്ന ഒരു വകുപ്പല്ലേ ഈ വിജിലൻസ്. ആ വിജിലൻസ് KSFE ഒരു മഹത്തരമായ സ്ഥാപനമാണെങ്കിൽ ആ സ്ഥാപനത്തിൽ മിന്ന പരിശോധന നടത്തേണ്ട കാര്യമില്ലല്ലോ. വലിയ നാണക്കേടായി പോയി. നിങ്ങൾക്ക് മാത്രമല്ല എനിക്ക് നാണക്കേടാ. ഈ KSFEയിൽ കള്ളപ്പണം വെളുപ്പിക്കുന്ന ഒരു നടപടി കൂടി നടക്കുന്നു എന്ന്
പരസ്യമായൊരു ആരോപണം പുറത്തു വന്നിട്ടുണ്ട്. കാരണം ഇപ്പോൾ കള്ളപ്പണം വെളുപ്പിക്കൽ ഒരു വലിയ വിഷയമാണ്. ഇഡിയുടെ അന്വേഷണം, അതുപോലെ തന്നെ നമുക്കറിയാം മറ്റ് പല അന്വേഷണങ്ങളും കെ ഫോണിൽ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ടോറസ് ഡൗൺ ടൗണിൽ വന്നിട്ടുണ്ട്, ഇ മൊബിലിറ്റിയിൽ വന്നിട്ടുണ്ട്, സ്മാർട്ട് സിറ്റിയിൽ വന്നിട്ടുണ്ട്. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. അപ്പോൾ കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ശിവശങ്കറുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ കേരളത്തിൻ്റെ വിശ്വസ്ത സ്ഥാപനമായ KSFE, ആ KSFEയിലൂടെ കള്ളപ്പണം വെളുപ്പിക്കാൻ ശിവശങ്കർ ശ്രമിച്ചു എന്നൊരു ആരോപണം മുഖ്യമന്ത്രിയുടെ ചെവിയിലും എത്തിയിട്ടുണ്ട്. അപ്പോൾ ED കയറി പരിശോധന നടത്തി ആരോപണത്തിൻ്റെ അടിസ്ഥാനം പുറത്തു കൊണ്ടുവരുന്നതിന് മുമ്പ് EDയെ ബ്ലോക്ക് ചെയ്യാനായിരിക്കും ഒരുപക്ഷെ ശ്രീ പിണറായി വിജയൻ തൻ്റെ ഏജൻസിയായ വിജിലൻസിനെ വിട്ടത്. എന്നെ സംശയിക്കരുത്. ശിവശങ്കറിന്റെ കാര്യത്തിൽ മുമ്പും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ വിജിലൻസ് കേസെടുത്തില്ലേ? എല്ലാം ഇയാൾക്കറിയാം. ശരിയല്ലടോ? അതെ അതെ ശരിയാണ്. എന്തിനാ കേസെടുത്തേ? അപ്പൊ കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് പോകാതിരിക്കാൻ, അന്വേഷണത്തിന്റെ വ്യാപ്തി കൂടാതിരിക്കാൻ, അതിനു വേണ്ടിയിട്ടാണ് ഈ വിജിലൻസിനെ കൊണ്ട് നേരത്തെയും കേസെടുത്തത്. കേരളം ഒട്ടാകെ ഇളകും തന്റെ വയറ്, അല്ലാതെ ഇവിടെ ഒരു ചുക്കും സംഭവിക്കും. അതുകൊണ്ട് KSFEയില് ഒരുപാട് അഴിമതി നടക്കുന്നു എന്ന് പറഞ്ഞത് വിജിലൻസ് ആണ്. കഴുത്ത് വരെ പെരുമ്പാമ്പ് വിഴുങ്ങി അവന്റെ തലയിൽ ഹാന ചവിട്ടിന്ന് പറഞ്ഞ പോലെ അവിടെ കള്ളച്ചിട്ടി നടക്കുന്നുണ്ട്. സ്വർണം പണയം വെച്ചാൽ സമയബന്ധിതമായി തിരിച്ചെടുക്കുന്നില്ലെങ്കിൽ എടുക്കാത്ത സ്വർണം ലേലം ചെയ്യുന്നതിൽ അഴിമതിയുണ്ട്. അതുപോലെ വസ്തു വാങ്ങി ലോൺ കൊടുക്കുന്ന അഴിമതിയുണ്ട്. ഇതൊക്കെ വിജിലൻസിന്റെ കണ്ടെത്തലാണ്. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട, ഇത്രയൊക്കെ വരുത്തി വെച്ചിട്ട്. ഇതൊന്നും പ്രതിപക്ഷമല്ല കണ്ടെത്തിയത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം EMS നമ്പൂതിരിപ്പാട് ആരംഭിച്ച ഈ ചിട്ടി കമ്പനി KSFE ഒരു നല്ല സംരംഭമാണ്. ഞങ്ങളുടെ കാലത്തും അതിനെ പരിപോഷിപ്പിക്കാനല്ലാതെ അതിനെ തകർക്കാൻ ശ്രമിച്ചിട്ടില്ല. രാഘവൻ പറഞ്ഞത് വാസ്തവം. അത് നിലനിൽക്കണം. പക്ഷേ അതിന്റെ വിശ്വാസ്യത തകർക്കാൻ ഇപ്പൊ ശ്രമിച്ചത് പിണറായി വിജയനാണ്. നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയം. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കർ, ആ ശിവശങ്കറിനെ കുറിച്ച് EDക്കും കസ്റ്റംസിനും ഒക്കെ വാർത്തകൾ ചോർത്തി കൊടുത്തത് പ്രതിപക്ഷമല്ല. ഇതെല്ലാം മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളാണ്. മാർക്സിസ്റ്റ് പാർട്ടിക്കകത്തുള്ളവരാണ്. ശിവശങ്കറിനെ ഇന്ന് ഈ നിലയിൽ എത്തിക്കാൻ എല്ലാ വിവരങ്ങളും കേന്ദ്ര അന്വേഷണ ഏജൻസിക്ക് കൈമാറിയത്, ചോർത്തി കൊടുത്തത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെയാണ്. മുഖ്യമന്ത്രിക്കെതിരെ തിരുവായ്ക്കെതിർവായില്ല എന്ന് പറഞ്ഞ പോലെ പരസ്യമായി പറയാൻ ഭയപ്പെടുന്ന ആളുകൾ പാർട്ടിക്കകത്തുണ്ട്. തമാശ പറയാതെ അല്ല, കാര്യമായിട്ട് പറഞ്ഞതാ. അവർ രഹസ്യമായി വിവരങ്ങൾ ചോർത്തി കൊടുക്കുന്നു. ആ ചോർത്തി കൊടുക്കുന്നതിന്റെ ഫലമായിട്ടാണ് ശിവശങ്കറിനെതിരെ വ്യക്തമായ തെളിവുകൾ ശേഖരിക്കാൻ EDക്ക് കഴിഞ്ഞത്, കസ്റ്റംസിന് കഴിഞ്ഞത്, NIAക്ക് കഴിഞ്ഞത്. ഇനി ഇങ്ങനെയൊക്കെ പാടുള്ളൂ. അത് തന്നെയാണ് ഇപ്പോ CM രവീന്ദ്ര കാര്യത്തിൽ സംഭവിക്കാൻ പോകുന്നത്. അത് തന്നെയാണ് കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസിൽ നടന്നത്. അവിടെ അഴിമതി ഉണ്ടെന്ന് എന്തായാലും സ്ഥാപിക്കപ്പെട്ടല്ലോ. ഞങ്ങളല്ലല്ലോ ആരോപണം ഉന്നയിച്ചത്. അപ്പോ ആർക്കാണ് വട്ട് എന്ന് പറയുന്നത്? അന്വേഷണം നടത്താൻ ഉത്തരവിട്ട ആരാണോ അയാൾക്കാണ്. ആ ആളാരാണ്? കേരളത്തിലെ മുഖ്യമന്ത്രി. അപ്പൊ മുഖ്യമന്ത്രിക്ക് വട്ടാന്ന് ധനകാര്യമന്ത്രി. എനിക്കല്ല വട്ട്, ഇതാരാണോ പറഞ്ഞ അയാൾക്ക വട്ട്. എല്ലാ കാലത്തും ഒരു കോമൺ യൂസേജ് ആണ് ധനകാര്യമന്ത്രി. പ്രതിപക്ഷം എന്തു പറഞ്ഞാലും ഭ്രാന്ത്, പ്രതിപക്ഷം എന്തു പറഞ്ഞാലും വട്ട്. അങ്ങനെ പറയരുത് സാർ, അവരൊരു ആദർശത്തിന്റെ പേരിൽ. തോമസ് ഐസക്കിനാണ് വട്ടെന്ന് ഇപ്പൊ മുഖ്യമന്ത്രി സ്ഥാപിച്ചു. കാരണം ഒരു അഴിമതി നടക്കുന്നു, കള്ളപ്പണം വെളുപ്പിക്കുന്നു, അതിന് KSFE പോലൊരു സ്ഥാപനം ഉപയോഗിക്കുന്നു. എന്തായി? വള്ളർത്തി കിട്ടിയപ്പോ മതിയായി. നാട് ഭരിക്കാൻ വലിയ കഴിവൊന്നും വേണ്ട, പക്ഷെ ഒരു നാട് മുടിക്കാൻ കഴിവ് വേണം. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ചുവന്ന സ്വിച്ച് അമർത്തി. താങ്ക് യു. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത് അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.